ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലമാക്കും. ഇസക്കിയേൽ 36:25. നമുക്ക് സഭയ്ക്ക് വിശ്വാസികൾക്ക് ഇനിയും നിർമ്മലമാകേണ്ടതുണ്ട്. നമുക്കിനിയും മുന്നോട്ട് പോകാനുണ്ട്. ഒരേ സഭയിൽ ഒരേ ബലിക്കായി ഒരേ വിശ്വാസത്തോടെ. എല്ലാ വിശ്വാസികളുടെ മനസ്സിൽ ഈ വാദം ഉണ്ടായിരിക്കണം. തൃപ്പൂണിത്തുറ ഫൊറോന ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് അത് ലൂസിഫറുടെ ഇടവക എന്ന് ജനം അറിഞ്ഞു തുടങ്ങിയതോടെ. അതേ കാരണം കൊണ്ട് തന്നെ അവിടെ സഭയുടെ ആരാധന രീതി കൃത്യമായി വ്യക്തമായി നടപ്പാക്കണമെന്ന് വിശ്വാസികൾക്കും കടുത്ത വാശിയായി. ഒരു കാരണവശാലും അത് പറ്റില്ലെന്ന് വിമതരും നിർബന്ധം പിടിച്ചു. അങ്ങനെ വിമതർ നിർബന്ധം, സമ്മർദ്ദം, ഭീഷണി, ബഹിഷ്കരണം, ഒടുവിൽ പിടിച്ച കിട്ടടത്തായി പണി. വിശ്വാസികൾ കേസിന് പോയതോടെ വിമതരുടെ പിടി അയഞ്ഞു. കേസിന് പോയെടുത്ത് സമവായ കുർബാന അർപ്പിക്കില്ലെന്ന് വാശി പിടിച്ചിരുന്നവർ ഇതാ വികാരിയടക്കം തൃപ്പൂണിത്തുറയിൽ ആ ലൂസിഫർ ഇടവക ഏകീകൃത കുർബാന അർപ്പിച്ചു തുടങ്ങി. അപ്പോൾ ഈ വിമതരൊക്കെ ശാശനെ പോലെ ചെകുത്താനെ പോലെ മനസ്സിൽ പോലും ഓർക്കേണ്ടവരല്ല എന്നല്ലേ ഈശോ മിശിഹ നമുക്ക് കാട്ടിത്തരുന്നത്. എറണാകുളം രൂപത വഴി വത്തിക്കന്റെ ശിക്ഷാ നടപടികൾക്ക് പാത്രമായ 53 വിമത വൈദികരെ രക്ഷിക്കാൻ ഒരു വിമത ലൂസിഫർ പോലും ഇറങ്ങിയിട്ടില്ല എന്നത് വിചിത്രമാണ്. ഏകീകൃത കുർബാനയ്ക്ക് വിശ്വാസികളുടെ ഐക്യം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഏകീകൃത കുർബാനയ്ക്കായി കോടതിയെ സമീപിക്കാൻ വിളിച്ചു ചേർത്ത ആ ഫൊറോനയിലെ യോഗത്തിൽ പങ്കെടുത്തവർ തമ്മിലുള്ള സഭാവിശ്വാസം ആഴത്തിൽ അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഈ ഇടവകയിൽ നിന്നും ഏകീകൃത കുർബാനയ്ക്ക് കേസ് കൊടുക്കാൻ ഇടവകയിലെ 35ഓളം കുടുംബങ്ങളുടെ യോഗം തീരുമാനമെടുത്തു. ചെലവ് ചുരുക്കി വക്കീൽ തോമസ് തലതാനിയും രംഗത്തെത്തി. അദ്ദേഹം ഇതിനായി പ്രവർത്തിക്കുന്ന മർത്തോമ നസ്രാണി സംഘത്തിന്റെ ചേർത്തല ഫൊറോന ഭാരവാഹി കൂടി ആയതുകൊണ്ട് കാര്യങ്ങൾ കൂടി എളുപ്പത്തിലായി. തൃപ്പൂണിത്തുറയിൽ വാട്സപ്പ് ഗ്രൂപ്പിലും അല്ലാതെയും വിശ്വാസ സംഗമം ശക്തമാകുകയും ചെയ്തു. വിമതർക്ക് പറ്റിയ അടി അവിടെയായിരുന്നു. വിശ്വാസികളുടെ ഈ പ്രവർത്തനങ്ങൾ കടുത്ത വിമതരായിരുന്ന തൃപ്പൂണിത്തുറ ഫൊറോന വികാരിയെയും സഹവികാരിയും ഒക്കെ ഏറെ സമ്മർദ്ദത്തിലും ബുദ്ധിമുട്ടിലുമാക്കി. അങ്ങനെ കേസും കോടതി രക്ഷ കേസുമൊക്കെ മുറ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള ആ തീരുമാനം നടപ്പായത്. നല്ല വ്യക്തികളെയാണ് ദൈവത്തിന് ആവശ്യം. അതെ, നല്ല വ്യക്തികളെ തന്നെയാണ് പിശാചും തരുന്നത്. അതുകൂടി വിശ്വാസികളും ഓർത്തിരിക്കണം. നന്മയുടെ അവതരണമായി ഈശോയും അവർ വെറുതെ വിടില്ല. പരീക്ഷിച്ച് അനേക തവണ വീണെങ്കിൽ പിന്നെ പരീക്ഷണത്തിന്റെ ആവശ്യമില്ലല്ലോ എന്നാണ് പറയുന്നത്. ഇടയനെ അടിച്ചു വീഴ്ത്തി ആടുകളെ ചിതറിക്കുന്ന പിശാചിന്റെ സ്വഭാവം ഇന്നും ഇതാ വിമതരുടെ രൂപത്തിൽ ലോകത്തിൽ പ്രകടമാണ്. അതുകൊണ്ട് സഭാ നേതൃത്വത്തിലുള്ളവർ, അത് വൈദികരായാലും മെത്രാന്മാരായാലും ഇനിയിപ്പോൾ അൽമായരായാലും ഏറ്റവും അധികം ദൈവത്തോടും ദൈവവചനത്തോടും ഒക്കെ ചേർന്ന് നിൽക്കാൻ ഇനിയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം. കാരണം പിശാചിന്റെ ശല്യം അത്ര രൂക്ഷമാണ്. ഓരോ ഇടവകയിലെയും വിശ്വാസികൾ അവരുടേതായ ഉറവിടങ്ങളിൽ നിന്നും ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നീതിന്യായ കോടതിയിൽ ഇപ്പോൾ ഇതാ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ ഫൊറോനയെ മാതൃകയാക്കി ഇടവകകൾ തമ്മിൽ ആശയവിനിമയം നടക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരണം. ഐക്യം അതിരൂപതയ്ക്ക് താഴെ ഇടവകകൾ തമ്മിൽ കൂടിയാകണം. വിശ്വാസികൾ തമ്മിൽ ആരോഗ്യപരമായ ബന്ധം നിലനിൽക്കണം. എന്തിനും സംഘടനാ സ്വഭാവം നല്ലത് തന്നെയാണ്. പക്ഷേ അത് ഈ വിമത സ്വരത്തിലേക്ക് വഴിമാറാൻ ഇനി വിശ്വാസികൾ ഒരിക്കലും ഇടം കൊടുക്കരുത്. ചർച്ചകളും അഭിപ്രായങ്ങളും സഭയ്ക്ക് വേണ്ടി മാത്രമാകണം. അതിന്റെ അർത്ഥം വെറും അഡ്മിനുള്ളി എന്നതിലേക്ക് കാര്യങ്ങൾ തിരിയരുത് എന്നുകൂടിയാണ്. ഒരു ശക്തിപ്രകടനം എന്നത് വിശ്വാസികളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും ലൂസിഫർ ഇടപെട്ട് പിന്തിരിപ്പിക്കാൻ സാധ്യതയുള്ളതാണ്. അത് പാടില്ല. വിമതർക്ക് ഒരിടത്തും ഇടം കൊടുക്കരുത്. ഓരോ ഇടവകയും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പഠനശീലം തുടങ്ങുന്നത് വിശ്വാസികൾക്കും സഭയും ഒക്കെ പാരമ്പര്യത്തെക്കുറിച്ച് പഠിക്കാൻ, അറിയാൻ കൂടുതൽ സഹായിക്കുമെന്നതിൽ ഒരു സംശയമില്ല. അറിവില്ലായ്മയാണ് നല്ല ആത്മയാർ വിമതരായി മാറാൻ കാരണം. വൈദികൻ വിമതരാകുന്നത് അതുകൊണ്ടൊന്നുമല്ല. വൈദികന്റെ ഉള്ളിൽ ലൂസിഫർ കടന്നുകൂടിയാൽ കുറുന്തോട്ടയ്ക്ക് വാദം പിടിച്ചതുപോലെയാകും. വിമതരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പിന്നെയും സാധിക്കും. പക്ഷേ ഈ മുണ്ടാടനെയും സെബാസ്റ്റ്യൻ തലയിൽ, രാജപുനേക്കൽ ഇതടക്കം സഭയ്ക്കെതിരെ നിൽക്കുന്ന വിമത വൈദിക അധമന്മാരെ ഇനി സെമിനാരിയിൽ തിരികെ കൊണ്ടിരുത്താൻ പറ്റുമോ? 10ാം തരത്തിൽ പ്രകടനം മോശമായതിനെ LKGയിൽ കൊണ്ടിരുത്തിയത് പോലെയാകുമത്. സെമിനാരിൽ നിന്നും അച്ചംപട്ടത്തിന്റെ ബാലപടങ്ങൾ മാത്രമാണ് ഒരു വരിയിൽ നിർദ്ദിഷ്ടമാക്കുന്നത്. അടിത്തറ മാത്രം. ബാക്കി ഇതുവരെ ഉള്ളതെല്ലാം അനുസരണവ്രതം, പ്രവൃത്തി പരിചയം, അജപാലനം, ശുശ്രൂഷ ചടങ്ങുകൾ ഇവയെല്ലാം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിൽ വിഷം കയറി പറഞ്ഞാൽ ആ ശിഖരം അങ്ങ് മുറിച്ചു മാറ്റുക മാത്രമാണ് പോംവഴി. അല്ലെങ്കിൽ മറ്റ് ശിഖരങ്ങളിലേക്കും ആ വിഷാംശം പടർന്നു കയറും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സഭ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ശിഖരങ്ങളാണ്. സഭ ഇപ്പോൾ രൂപത മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിമതരെ വീണ്ടും വേണമെങ്കിൽ സംസാരിച്ച് മാനസാന്തരപ്പെടുത്തി ഉപദേശം നൽകി തിരികെ കൊണ്ടുവരാം. വൈദികരെ ഒരു കാരണവശാലും തിരികെ എത്തിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ കരുതുന്നത്. കാരണം വിമത വൈദികരുടെ ഉള്ളിൽ അത്രമാത്രം സഭയ്ക്കെതിരായ വിഷം പടർന്നു കഴിഞ്ഞു.
ആ വിഷം മാറ്റിയിടുക നീ അവർ മനസ്സുകൊണ്ട് തന്നെ വിചാരിച്ചതേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ.